നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. പല രീതിയിലുള്ള സൈബർ തട്ടിപ്പുകളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. വെർച്വൽ അറസ്റ്റിലൂടെ ആളുകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന സംഭവങ്ങൾ. ഇതോടൊപ്പം നമ്മുടെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെയൊക്കെ വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈലിലൂടെ വാട്സാപ്പിലൂടെ പണം ആവശ്യപ്പെട്ട് അവർ മറ്റേതെങ്കിലും അപകടത്തിൽപ്പെട്ടു, അല്ലെങ്കിൽ രോഗാവസ്ഥയിലാണ്, അതുകൊണ്ട് സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള വ്യാജ സന്ദേശങ്ങൾ ലഭിക്കും. പലരും ഇതുപോലുള്ള സാമ്പത്തിക സഹായം നൽകി കബളിപ്പിക്കപ്പെടാറുണ്ട്. ഏറ്റവും ഒടുവിൽ ഗായിക അമൃത സുരേഷാണ് സമാനമായൊരു തട്ടിപ്പിന് ഇരയായത്. ബന്ധുവിൻ്റെ വാട്സാപ്പിൽ നിന്നും 45,000 രൂപ ആവശ്യപ്പെട്ട് മെസ്സേജ് വന്നപ്പോൾ അമൃത പണം നൽകുകയായിരുന്നു. പണം നൽകിയ ഉടനെ 30,000 രൂപ വീണ്ടും ആവശ്യപ്പെട്ടു. സംശയം തോന്നി ബന്ധുവിനെ നേരിട്ട് വിളിച്ചപ്പോഴാണ് വാട്സാപ്പ് ഹാക്ക് ചെയ്ത വിവരം അമൃത അറിഞ്ഞത്. ഇതേ തുടർന്ന് അമൃത പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു. ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ ഞാൻ രാവിലെയും കൂടെ മെസ്സേജ് അയച്ച് ചാറ്റ് ചെയ്തതാണ് എൻ്റെ ചേച്ചിയുടെ അടുത്ത്. അപ്പം പുള്ളിക്കാരത്തിയുടെ ഫോണിൽ നിന്നാണ് എനിക്ക് വാട്സപ്പിലാണ് മെസ്സേജ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, നമ്മളുടെ സ്വന്തം എന്ന് പറയുന്ന ബന്ധങ്ങളിലുള്ള ആളുകൾ, അതും ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമാണുള്ളത്. അപ്പം എന്തെങ്കിലും എമർജൻസി വരും, ഞാൻ ചിലപ്പോൾ ചേച്ചിയുടെ അടുത്ത് ചേച്ചി എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ ഇടൂന്ന് പറയും, അപ്പൊ തന്നെ തിരിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ഉള്ള റിലേഷൻഷിപ്പ് ഉള്ള ഒരാളാണ്. അപ്പൊ നമ്മളധികം വിളിച്ച് ക്ലാരിഫൈ ചെയ്യാൻ ഇല്ലല്ലോ. അപ്പൊ മാത്രമല്ല രാവിലെയും കൂടെ സംസാരിക്കുകയൊക്കെ ചെയ്താണ് ആ വാട്സപ്പില്. അപ്പോ എക്സ്പെക്ട് ചെയ്തില്ല. മാത്രമല്ല ഞാൻ സ്റ്റുഡിയോയിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് മെസ്സേജ് വന്നു. എനിക്ക് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഇംഗ്ലീഷിലാണ് മെസ്സേജ് വന്നത്. പൈസ അയക്കോ, എമർജൻസി ആണ്, 1 hour തന്നെ ഇടാം. എന്റെ UPI വർക്ക് ചെയ്യുന്നില്ല, ദീപകിന്റെ UPI, ദീപക് എന്ന് പറഞ്ഞ ഒരാളുടെ ഇത് തരാം, അതിലേക്ക് ഇട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാന് വേഗം തന്നെ, അപ്പൊ എന്റെ കയ്യിൽ പൈസ ഉള്ള ഒരു സമയമായിരുന്നു. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഇട്ടു. ഞാൻ ചേച്ചിയെടുത്ത് മെസ്സേജ് ചെയ്യുകയും ചെയ്തു, ചേച്ചി EMI കട്ടുള്ള എനിക്കല്ലേ 1 hour ഇടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയക്കണേ. അമൃതയുടെ പരാതിയിൽ കടവന്തറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തട്ടിപ്പ് നടത്തിയത് മഹാരാഷ്ട്രയിൽ നിന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു. നവമി, ഇതുപോലുള്ള പല തട്ടിപ്പുകളും നമ്മൾ കേൾക്കാറുള്ളതാണ്. പ്രത്യേകിച്ചും വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട്, നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ രൂപീകരിച്ച് പിന്നീട് അതുവഴി മെസ്സഞ്ചർ വഴി നമുക്ക് മെസ്സേജ് അയക്കുകയും ഏതെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ രോഗമാണ്, സഹായിക്കണമെന്നൊക്കെ പറഞ്ഞ് മെസ്സേജുകൾ വരുമ്പോൾ നേരത്തെയൊക്കെ ഇത് സത്യമാണെന്ന് കരുതി അല്ലെങ്കിൽ ആ വ്യക്തി തന്നെയാണ് നമുക്ക് മെസ്സേജ് അയച്ചെന്ന് എന്ന് കരുതി തന്നെ പലർക്കും സഹായങ്ങൾ നൽകി കബളിപ്പിക്കപ്പെട്ടിട്ടുള്ള നിരവധി സംഭവങ്ങൾ നിത്യേന നമ്മൾ കേൾക്കാറുള്ളതാണ്. പക്ഷേ ഇവിടെ അമൃത സുരേഷിൻ്റെ ബന്ധുവിൻ്റെ വാട്സാപ്പ് ഹാക്ക് ചെയ്ത് അതുവഴി മെസ്സേജ് അയച്ചിരിക്കുന്നു. അമൃത സുരേഷിന് ഏകദേശം 45,000 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് ഈ തട്ടിപ്പ് നടത്തിയത്, ആരാണ് നടത്തിയത്, ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും പോലീസിന് സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ നവമി? ടോം, ഇപ്പോൾ അമൃതയ്ക്ക് സംഭവിച്ചതുപോലെ ഒരു തട്ടിപ്പ് അത് നമുക്കുമൊക്കെ സംഭവിക്കാവുന്നതേ ഉള്ളൂ. കാരണം വാട്സപ്പിലൂടെയാണ് പലപ്പോഴും നമ്മൾ ബന്ധുക്കളോടോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ നമ്മൾ പൈസ കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ സന്ദേശമിടുന്നത് വാട്സപ്പിലൂടെയായിരിക്കും. പിന്നീടാണ് ഗൂഗിൾ പേയിലൂടെയോ അല്ലെങ്കിൽ ഫോൺ പേയിലൂടെയോ ഒക്കെ നമ്മൾ പൈസ കൈമാറുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് അമൃതയ്ക്ക് സംഭവിച്ചത്. കുറച്ച് സമയം മുൻപ് വരെ സംസാരിച്ചിരുന്ന അടുത്ത ബന്ധു, കസിൻ സിസ്റ്റർ എന്നാണ് പറയുന്നത്, സിസ്റ്ററിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് പോയിരിക്കുമ്പോഴാണ് ആ മൊബൈൽ ഫോണിൽ നിന്നും ആ വാട്സപ്പ് നമ്പറിൽ നിന്നും കസിൻ്റെ മെസ്സേജ് വരുന്നത്, അത്യാവശ്യമായി പണം നൽകണമെന്ന്. യാതൊരു സംശയവും കൂടാതെ അമൃത പണം നൽകുകയും ചെയ്തിരുന്നു. പിന്നീടാണ് വീണ്ടും ആദ്യം 45,000 രൂപ ചോദിച്ചു, പിന്നീട് 30,000 രൂപ ചോദിച്ചു. ആ സമയത്ത് വീണ്ടും 30,000 രൂപ കൂടി ചോദിച്ചപ്പോഴാണ് എന്താണിപ്പോൾ ഇത്രയ്ക്കും തുകയുടെ അത്യാവശ്യം, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടോ, ആശുപത്രി കേസുണ്ടോ എന്നുള്ളൊരു സംശയത്തെ തുടർന്നാണ് അമൃത ഫോൺ വിളിച്ച് കസിനെ വിളിക്കുന്നത്. അപ്പോഴാണ് തൻ്റെ ഫോൺ ഇങ്ങനെ നമ്പർ ഹാക്ക് ചെയ്തു, വാട്സപ്പ് ഹാക്ക് ചെയ്തു, തൻ്റെ സഹപ്രവർത്തകരോടും മറ്റ് ബന്ധുക്കളോടും ഒക്കെ കടം ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പണം നൽകണമെന്ന് ആവശ്യപ്പെടുകയും അതിൽ പലരും പണം നൽകിയിട്ടുണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം അമൃത അറിയുകയും ചെയ്തത്. ഉടനെ തന്നെ കടവന്തറ പോലീസിന് പരാതി നൽകി. പക്ഷേ പോലീസ് പറയുന്നത് പ്രകാരം ഈ ഒന്നാമത്തെ കാര്യം, അമൃതയുടെ ഈ വീടിരിക്കുന്ന സ്റ്റേഷൻ പരിധിയിലായിരുന്നില്ല ഈ കടവന്തറ പോലീസ്. പക്ഷേ
കടവന്ത്ര പോലീസ് ഉടനെ തന്നെ സൈബർ പോലീസിന് എൻ്റെ നമ്പർ കൈമാറുകയും പിന്നീട് അമൃത പോലീസിനെ വിളിച്ചു കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞു. ഈ വന്ന നമ്പറും മെസ്സേജുകളും എല്ലാം തന്നെ കൃത്യമായി ഫോർവേഡ് ചെയ്തു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത് ബീഹാറിൽ നിന്നുമുള്ള ഒരു ദീപക് എന്നൊരാളുടെ അക്കൗണ്ടിലേക്കാണ് പണം പോയിട്ടുള്ളത്. പക്ഷെ അത് വ്യാജമാണെന്ന് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും പോലീസ് പറയുന്നത് പ്രകാരം ഇനി ആ അക്കൗണ്ടിലേക്ക്, അതായത് അമൃത പണം നൽകിയ അക്കൗണ്ടിലേക്ക് കൂടുതൽ തുക വരികയാണെങ്കിൽ മാത്രമേ അമൃതയുടെ പണം തിരികെ ലഭിക്കുകയുള്ളൂ. അങ്ങനെ പണം ലഭിക്കുന്ന സമയത്ത് തന്നെ പോലീസ് ആ അക്കൗണ്ട് ഫ്രീസ് ആക്കുകയും അതിലുള്ള പണം ഈ തട്ടിപ്പിനിരയായവർക്ക് മടക്കി നൽകുകയും ചെയ്യുമെന്നാണ് അറിയുന്നത്. പക്ഷേ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമാണ്. പിന്നീട് ആ അക്കൗണ്ടിലേക്ക് യാതൊരുവിധ ട്രാൻസാക്ഷനും നടന്നിട്ടില്ല. അതുകൊണ്ട് അമൃതയുടെ പൈസ അത് പോയതുപോലെയാണ്. ഇനി ചിലപ്പോൾ തിരിച്ചു കിട്ടുമായിരിക്കുമെന്ന് മാത്രമേ പോലീസിന് പറയാൻ കഴിയുന്നുള്ളൂ. ഈ ബീഹാർ സ്വദേശി ദീപക് അത് ഒരു വ്യാജ ഓരോ ദിവസവും നിരവധി സൈബർ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ കണക്കനുസരിച്ച് ഒരു വർഷം മാത്രം ഏകദേശം 1000 കോടി രൂപയിലധികം കേരളത്തിൽ നിന്ന് മാത്രം സമാനമായ രീതിയിൽ സൈബർ സംഘങ്ങൾ ആളുകളെ, സാധാരണക്കാരായ ജനങ്ങളെ ഉൾപ്പെടെ കബളിപ്പിച്ച് പണം തട്ടുന്നുണ്ട് എന്ന കണക്കുകളാണ് കഴിഞ്ഞ നേരത്തെ പുറത്തു വന്നത്. പക്ഷേ ഇവിടെ ഈ കബളിപ്പിക്കുന്ന ഇതുപോലെ തട്ടിപ്പ് നടത്തുന്ന സൈബർ സംഘങ്ങളെക്കുറിച്ച് ചില സൂചനകൾ ലഭിച്ചാൽ പോലും അറസ്റ്റ് ഉണ്ടാകാറുണ്ട്. ഒറ്റപ്പെട്ട കേസുകളിൽ മാത്രം അറസ്റ്റ് ഉണ്ടാകും. ഈ കബളിപ്പിച്ചെടുത്ത പണത്തിൽ, തട്ടിയെടുത്ത പണത്തിൽ 5% മാത്രമാണ് തിരികെ ലഭിച്ചിട്ടുള്ളത് എന്നാണ് പോലീസ് തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. എന്തായാലും അമൃത സുരേഷിനെ സംബന്ധിച്ച് 45,000 രൂപ മാത്രമാണ് നഷ്ടപ്പെട്ടത്. ആശ്വാസകരമായ കാര്യമാണ്. ഇത് കണ്ടെത്തുക, ഈ പണം തിരികെ കിട്ടുക, അതോടൊപ്പം ഈ തട്ടിപ്പ് സംഘങ്ങളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ നവമി? ടോം, അത് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ തന്നെ മനസ്സിലായി, നമ്മൾ ആ വിളിക്കുന്ന നമ്പർ അല്ലെങ്കിൽ അക്കൗണ്ട്, ട്രാൻസാക്ഷൻ നടന്ന അക്കൗണ്ട്, ഇതെല്ലാം വ്യാജമാണ്. ആ സമയത്ത് തന്നെ ഇവർ അക്കൗണ്ട് പൂട്ടി പോകുന്ന ഒരു സാഹചര്യമാണ്. മറ്റൊന്ന്, ഈ ഫോൺ കോൾ ട്രേസ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചാൽ പക്ഷെ അത് ചിലപ്പോൾ വാട്സപ്പ് കോൾ ആയിരിക്കും, അല്ലെങ്കിൽ ആ നമ്പർ ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇവർ വിദഗ്ധമായിട്ടാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നത്. ഇവരെ തിരക്കി പോലീസ് വരുമെന്നും ഇവർ അറസ്റ്റിലാകുമെന്നൊക്കെ അറിയുന്നത് കൊണ്ട് വളരെ വിദഗ്ധമായിട്ടുള്ള തട്ടിപ്പാണ് ഇവർ പലപ്പോഴും നടക്കുന്നത്. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് നമുക്ക് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന ആളുകളെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ആ വാട്സപ്പ് കോള് വരുന്നത് ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നായിരിക്കും. ആള് ചിലപ്പോൾ ഇന്ത്യയിലോ കേരളത്തിലോ ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കും. പക്ഷേ ഇന്റർനാഷണൽ കോളാണ്. നമ്മൾ ആദ്യം ട്രേസ് ചെയ്ത് പോകുന്ന പോലും പോലീസിന് വളരെ ബുദ്ധിമുട്ടാകുന്ന സംഭവമാണ്. ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ ആത്മഹത്യ ചെയ്യുന്നവരുടെ കേസ് അന്വേഷിച്ച് പോകുമ്പോഴായിക്കോട്ടെ, മറിച്ച് ഈ സൈബർ ഈ വിർച്വൽ അറസ്റ്റ് എന്ന രീതിയിലേക്ക് തട്ടിപ്പ് നടത്തുന്ന രീതികളിലേക്കായിക്കോട്ടെ, ഇവരെല്ലാവരും നടത്തുന്ന ഈ തട്ടിപ്പിൽ പോലീസിന്റെ അന്വേഷണം പാതി വഴിയിൽ അവസാനിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസായാലും മറ്റധികൃതരായാലും നൽകുന്ന മുൻഗണന. ഇങ്ങനെയുള്ള മെസ്സേജുകളോ കോളുകളോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതീവ സുരക്ഷയോടുകൂടി അല്ലെങ്കിൽ അതീവ ശ്രദ്ധയോടുകൂടി മാത്രമേ പണം നൽകാൻ പാടുകയുള്ളൂ. പ്രത്യേകിച്ച് വിർച്വൽ അറസ്റ്റ് എന്നുള്ളൊരു സംഭവം അത് ഇല്ല. അങ്ങനെയുള്ള മെസ്സേജ് വരികയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളെ വിർച്വൽ അറസ്റ്റ് ചെയ്തു എന്ന് പറയുകയാണെങ്കിലോ അത് വിശ്വസിക്കരുത്. ഉടനെ തന്നെ പോലീസിനെ അറിയിക്കുക. പണം നൽകാനുള്ള ശ്രമം നിങ്ങൾ നടത്തരുതെന്നൊരു കൃത്യമായിട്ടുള്ള മെസ്സേജ് പോലീസിന്റെയും സൈബർ വിദഗ്ധരുടെയും ഭാഗത്ത് നിന്ന് നൽകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ തന്നെ ആദ്യം കേൾക്കുന്നത് ഈ സൈബർ തട്ടിപ്പ് ഉണ്ടാകുന്ന ഒരു മുന്നറിയിപ്പ്. അങ്ങനെ സൈബർ തട്ടിപ്പിനിരയാകുകയാണെങ്കിൽ വിളിക്കേണ്ട ടോൾ ഫ്രീ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡെയിലി കേൾക്കുന്നതാണ്. എങ്കിൽ പോലും തട്ടിപ്പിനിരയാകുന്നവർ നിരവധിയാണ്. അമൃത സുരേഷിനെ പോലെ ഇന്ന് നാളെ നമ്മൾക്കുമൊക്കെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് വരാം. പ്രത്യേകിച്ച് നമ്മളെ അടുത്ത ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുടെ വാട്സപ്പിൽ നിന്നും പണം ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് വന്നാൽ നമ്മൾ സ്വാഭാവികമായും അത് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. പക്ഷെ അതിനു മുൻപായി നമ്മൾ ആ സുഹൃത്ത് തന്നെയാണോ ആ മെസ്സേജ് അയച്ചതെന്ന് വിളിച്ച് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമായിരിക്കുക പണം കൈമാറാൻ പാടുകയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ഫോൺ ഹാക്ക് ചെയ്ത് നമ്മുടെ പണവും പിന്നീട് നമ്മുടെ അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള സൈബർ തട്ടിപ്പുകളെ കുറിച്ചാണ് നമ്മൾ കേൾക്കാറുള്ളത്. പല പ്രമുഖർക്കും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. വെർച്വൽ അറസ്റ്റ് വഴി പണം നഷ്ടപ്പെട്ട നിരവധി സംഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് ഒരാഴ്ച മുൻപാണ്, ഈ ഒരാഴ്ചക്കിടെയാണ് കളമശ്ശേരിയിലെ
ഒരു 60-കാരനെ കബളിപ്പിച്ച് 1 കോടി രൂപയിലധികം തട്ടിയെടുത്തത്. ആ കേസിൻ്റെ ഒരു പശ്ചാത്തലം ഇതായിരുന്നു. അതായത് ഇന്ത്യൻ ആർമിയുടെ രഹസ്യ വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകി എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കും, ഇവിടെ പണം അടച്ചാൽ അല്ലെങ്കിൽ കൈക്കൂലി നൽകിയാൽ ഈ കേസിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒരു വടക്കേന്ത്യൻ സംസ്ഥാനത്തു നിന്നുള്ള ഒരു പോലീസ് എന്ന രീതിയിൽ ബന്ധപ്പെടുന്നു, SI എന്ന രീതിയിൽ ബന്ധപ്പെടുന്നു. പിന്നീട് പണം തട്ടിയെടുത്ത സംഭവം, പണം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് തട്ടിപ്പാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത് പോലും. അങ്ങനെ ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള രീതികൾ പരീക്ഷിച്ച് ആളുകളെ കബളിപ്പിക്കാനായി സൈബർ തട്ടിപ്പ് സംഘങ്ങൾ ഇറങ്ങുന്നു. ഇതിന് പിന്നിൽ മലയാളികൾക്ക് പോലും ബന്ധമുണ്ട്. മലയാളികളും ഈ കണ്ണിയുടെ ഭാഗമാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ടോം, അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പലപ്പോഴും ഈ വിർച്വൽ അറസ്റ്റ് എന്ന രീതിയിൽ അവർ വീഡിയോ കോളിലേക്ക് വരുമ്പോൾ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഒരു പോലീസിന്റെ ആയിരിക്കാം. ചിലപ്പോൾ അവർ മുംബൈ പോലീസ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾക്ക് മുന്നിൽ എത്തുന്നത്. ഇതൊക്കെ പലപ്പോഴും വിശ്വസിച്ചു പോകുന്നു. ഈ വാർത്തകൾ കേൾക്കാതെ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഇവരുടെ ഭീഷണി സന്ദേശത്തിൽ പലപ്പോഴും വഴങ്ങിപ്പോകുന്ന സാഹചര്യമാണ്. അങ്ങനെയാണ് കയ്യിലിരിക്കുന്ന കാശ് നൽകുവാൻ നിർബന്ധിതരാകുന്നത്. ഈ അടുത്തിടയ്ക്ക് തന്നെയാണ് നമുക്കറിയാം, ഒരു സംഗീത സംവിധായകൻ സമാനമായ രീതിയിൽ വിർച്വൽ അറസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ദിവസം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വെക്കുകയും വീട്ടിൽ തന്നെ അയാൾ ഇരിക്കുകയും പിറ്റേ ദിവസം ഇത്ര ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അക്കൗണ്ട് നമ്പർ അടക്കം നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ബാങ്കിലെത്തി ഈ അക്കൗണ്ടിലേക്ക് ഇത്രയും വലിയ തുക ട്രാൻസാക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സംശയം തോന്നിയ ബാങ്ക് മാനേജർ ഉൾപ്പെടെ ഉള്ളവരാണ് ഇതിനെക്കുറിച്ചുള്ള വിശദമായുള്ള കാര്യം അറിയുമ്പോഴാണ് താൻ ഇങ്ങനെ വിർച്വൽ അറസ്റ്റിലാണെന്നും താൻ പണം നൽകിയില്ലെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ബാങ്ക് മാനേജറുടെ കൃത്യമായ ഇടപെടൽ മൂലമാണ് അദ്ദേഹത്തിന്റെ പണം നഷ്ടമാകാതിരിക്കുകയും പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷെ എത്ര പേര് അങ്ങനെ ചെയ്യുമെന്നറിയില്ല. നമ്മൾ ആ ബാങ്ക് മാനേജറോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഈ സംഗീത സംവിധായകൻ വളരെ ഭയത്തോടുകൂടി പേടിച്ച് ഈ ട്രാൻസാക്ഷൻ നടത്തില്ല എന്ന് പറയുമ്പോൾ കൂടി അത് നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഭയപ്പെട്ടാണ് തങ്ങളുടെ മുന്നിലിരുന്നത്. ആ സംശയമാണ് പിന്നീട് ഈ ട്രാൻസാക്ഷൻ നൽകാതെ അല്ലെങ്കിൽ ഇവരുടെ ഈ വിർച്വൽ അറസ്റ്റ് എന്ന സംഭവത്തിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിച്ചതെന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. പലപ്പോഴും ഇങ്ങനെ അറസ്റ്റ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ഇത്ര സൂചിപ്പിച്ചതുപോലെ സംഗീത സംവിധായകൻ ജെറി അമൽദേവിന് പണം നഷ്ടപ്പെട്ട സൈബർ തട്ടിപ്പിലൂടെ പണം നഷ്ടപ്പെടാനിടയായ സാഹചര്യം. പക്ഷെ അവിടെ ബാങ്ക് അധികൃതരുടെ ഇടപെടൽ കാരണമാണ് വലിയ ചതിയിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടത്. ഇതുപോലുള്ള നിരവധി സംഭവങ്ങളുണ്ട്. നമുക്ക് നേരെ ഇതുപോലെ സൈബർ തട്ടിപ്പുകാരുടെ ഭീഷണി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തിരിച്ചറിയുക, ഉടൻ തന്നെ പോലീസിന് സൈബർ പോലീസിൽ പരാതി നൽകുക, അല്ലെങ്കിൽ നമ്മുടെ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക, നിയമ നടപടി സ്വീകരിക്കുക. കണ്ണൂർ കായലോട് ആൺസുഹൃത്തിനോട് സംസാരിച്ചതിന് ആൾക്കൂട്ട വിചാരണ നേരിട്ടതിൽ മനം നൊന്ത് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. പോലീസ് കണ്ടെടുത്ത യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ സുഹൃത്തിനെതിരെ പരാമർശമൊന്നുമില്ല. ആൾക്കൂട്ട വിചാരണയ്ക്കിരയായ ഇയാൾ ഒളിവിലാണ്. സദാചാര പോലീസ് നടത്തുന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. മറ്റു തരത്തിൽ ഭീഷണിപ്പെടുത്തിയോ എന്നും അന്വേഷിച്ചു വരികയാണ്. ഈ പറഞ്ഞിരിക്കുന്ന കേസിൽ നടന്നിരിക്കുന്നതിൽ ഈ കുട്ടിയുടെ ബന്ധുവായിട്ടുള്ള ആൾക്കാരുണ്ട്, അതോടൊപ്പം തന്നെ അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് വേറെ ഏതെങ്കിലും തരത്തിലേക്കുള്ള ഭീഷണികൾ ഈ കുട്ടിയെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷണത്തിന്റെ പിന്നീടുള്ള ഭാഗത്ത് നമ്മൾ കൊണ്ടുവരേണ്ടത്. നമ്മൾ ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇനീഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനെപ്പറ്റി കൂടുതലായിട്ട് വ്യക്തത നമുക്ക് വരുത്തുന്നു. ഇത് ആ ഒരു നാട്ടിലെ 2 സ്ത്രീകളുമായി ഒരാണും പെണ്ണും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അതിന്റെ ഇടയിലേക്ക് കുറച്ചു പേര് കയറി വരികയും അതുമായി ബന്ധപ്പെട്ടിട്ട് അവര് കുറെ കാര്യങ്ങൾ സംസാരിക്കുകയും അതിൽ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ തുടർന്ന് ഈ സംഭവം നടക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരമാണ്. അതിനെ തുടർന്ന് തിങ്കളാഴ്ച രാത്രിയോ ചൊവ്വാഴ്ച പുലർച്ചെ ഇടയിലുള്ള ഒരു സമയത്താണ് ഇതിലുള്ള സ്ത്രീ സൂസൈഡ് ചെയ്യുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതലായിട്ടുള്ള വ്യക്തത ഈ കേസിന്റെ അന്വേഷണത്തിൽ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ പോലീസിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ തലശ്ശേരി ASPയുടെ നേതൃത്വത്തിൽ ഒരു ടീം നമ്മൾ ഈ കേസിന്റെ അന്വേഷണത്തിന് വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ടുള്ള പ്രതികളെ മനസ്സിലാക്കുന്ന പക്ഷം, കൂടുതൽ ഒഫൻസ് വെളിവാകുന്ന പക്ഷം അതിനെ തുടർന്നുള്ള സമഗ്രമായിട്ടുള്ള മരിച്ച റസീനിയുടെ ബന്ധു ഉൾപ്പെടെ STPI പ്രവർത്തകരായ 3 പേരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. അതേസമയം മകൾ ആൾക്കൂട്ട വിചാരണ നേരിട്ടിട്ടില്ലെന്നും പോലീസ് അറസ്റ്റ് ചെയ്തവർ നിരപരാധികളെന്നുമാണ് റസീനിയുടെ കുടുംബത്തിന്റെ പ്രതികരണം. KB ബൈജു ചേരുന്ന വിവരങ്ങളുമായി. ബൈജു, ഇവിടെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് റസീന കൃത്യമായും ആൾക്കൂട്ട വിചാരണ നേരിട്ടിട്ടുണ്ട്. ഈ രീതിയിൽ
സദാചാര ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് എന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. പക്ഷേ റസീനയുടെ കുടുംബം പറയുന്ന ഇത്തരം ആൾക്കൂട്ട വിചാരണ നടന്നിട്ടില്ല, പോലീസ് അറസ്റ്റ് ചെയ്തവർ നിരപരാധികളെന്ന്. അങ്ങനെയെങ്കിൽ ആ കുടുംബം ആരെയോ ഭയപ്പെടുന്നില്ലേ? മാത്രമല്ല, ഇവരെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഏതെങ്കിലും തരത്തിൽ നടക്കുന്നുണ്ടോ? ഈ കുടുംബത്തിന് നേരെ ഭീഷണിയുണ്ടോ ബൈജു? ടോമെ, ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അതീവ ജാഗ്രതയോടുകൂടിയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ റസീനയുടെ ബന്ധു ഉൾപ്പെടെ 3 പേർ. ഏതായാലും ഈ സംഭവത്തിൽ ഈ ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് പോലീസ് പറയുന്നത് പ്രകാരമാണെങ്കിൽ ഈ സംഭവത്തിൽ വ്യക്തമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് ആൾക്കൂട്ട വിചാരണ, അതിനെ തുടർന്ന് മനം നൊന്ത് ഈ ആത്മഹത്യ, അത് കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ ആത്മഹത്യാക്കുറിപ്പ് ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെടരുതെന്ന് കരുതിയായിരിക്കണം ശരീരത്തിൽ, സ്വന്തം ഈ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് സ്വന്തം ശരീരത്തിലായിരുന്നു റസീന ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് 3 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ വിശദമായി ഈ കാര്യങ്ങൾ റസീന എഴുതി വെച്ചിട്ടുണ്ട്. അത് പോലീസ് പറയുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം, താൻ ഇത്തരത്തിൽ ആൾക്കൂട്ട വിചാരണ നേരിടേണ്ടി വന്നതിൽ വലിയ മനോവിഷമം നേരിടേണ്ടി വന്നു. അതുകൂടാതെ തന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ഈ എത്തിയ ആളുകൾ പറഞ്ഞു. മാത്രമല്ല, തന്റെ മുന്നിൽ വെച്ച് ഈ ക്രൂരമായി ഈ തന്റെ ആൺ സുഹൃത്തിനെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൂടാതെ തന്റെ മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ ഈ ആൺ സുഹൃത്തിന്റെ മൊബൈൽ ഫോൺ, ടാബ് തുടങ്ങിയവയെല്ലാം ഇവർ കൈവശം വെക്കുകയും ഇത് പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ള മാനസിക വിഷമം റസീന നേരിട്ടു എന്നതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവായി മാറുകയാണ് ഈ ആത്മഹത്യാക്കുറിപ്പ്. എന്തായാലും ഈ ആത്മഹത്യാക്കുറിപ്പിലെ കൃത്യമായ വിവരങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ മാതാവ് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ ആൾക്കൂട്ട ആക്രമണത്തിൽ തന്റെ മകൾ ഇരയായിട്ടില്ല എന്നൊരു വാദവുമായി മുന്നോട്ട് വരുന്നത്. പക്ഷേ പോലീസ് അത് പൂർണ്ണമായും തള്ളിക്കളയുന്നു. കാരണം റസീന അത്രത്തോളം താൻ മരണപ്പെട്ടാൽ അത് എത്തേണ്ട കൈകളിൽ, അതായത് അന്വേഷണം നടത്തുന്ന പോലീസിന്റെ കയ്യിൽ തന്നെ എത്തണമെന്ന് കരുതിയാകാം. ഒരു പക്ഷേ അത് വസ്ത്രത്തിനകത്ത് വെച്ച്, അതായത് തന്റെ ശരീരത്തിൽ തന്നെ ആത്മഹത്യാക്കുറിപ്പ് സൂക്ഷിച്ചു എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ നിർണായകമായത്. അതിൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി. ഇതിൽ റസീനയുടെ ബന്ധു, അതായത് സഹോദരിയുടെ മകൻ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ആൾക്കൂട്ട വിചാരണയിൽ എന്നതാണ്. ഇതിൽ ഒരു പക്ഷേ അങ്ങനെ ഒരു ഘട്ടം വന്നതുകൊണ്ടായിരിക്കാം കുടുംബത്തിന് വല്ല സമ്മർദ്ദമോ അതല്ല വല്ല ഭീഷണിയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനായി പ്രത്യേകിച്ച് ഒരു ടീമിനെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. തലശ്ശേരി ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. 3 ബൈക്കുകളിലായാണ് ഈ സംഘം എത്തിയത്. അതിൽ 6 പേരുണ്ടായിരുന്നു. മാത്രമല്ല, ഇവരുടെ ഫോണുകളിൽ നിന്ന് നിരവധി തെളിവുകൾ, ഈ പ്രതികളുടെ ഫോണുകളിൽ നിന്ന് ഈ മയ്യൽ സ്വദേശിയായ ആൺ സുഹൃത്തിന്റെ ഫോട്ടോ, അതോടൊപ്പം നിരവധി തെളിവുകൾ, കൂടുതൽ ആളുകളെ ഇവർ വിളിച്ചു വരുത്തിയത്, ഇതെല്ലാം ഈ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ദൃക്സാക്ഷികളിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ പോലീസ് കൃത്യമായ അന്വേഷണം, വളരെ കരുതലോടുകൂടിയുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് സദാചാര ആക്രമണം തന്നെയാണ് നടന്നത്. ഈ സംഭവത്തിന് ശേഷം ഈ റസീനയോട് സംസാരിച്ച, അതായത് റസീനയോട് കാറിൽ വെച്ച് റസീനയോടൊപ്പം ഇരുന്ന് സംസാരിച്ച യുവാവിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. ഇയാൾ ഭയങ്കരനാണ്, അതായത് ഈ പ്രതികൾ ഭീഷണിപ്പെടുത്തിയത് കാരണം മാറി നിൽക്കുന്നതായിരിക്കുമോ, അതോ മറ്റെന്തെങ്കിലും ദുരൂഹത, ഇയാൾ ഈ സ്ഥലത്ത് നിന്നും മാറി നിൽക്കുന്നതിന് മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ ബൈജു? ടോമി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ യുവാവിനെ ഇതുവരെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇയാളുടെ വീട്ടിൽ പോലീസ് എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ പോലീസ് എത്തിയപ്പോഴും ഇയാളെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇയാൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്നതിനെ കുറിച്ച് പോലീസിന് ഇതുവരെ ധാരണയില്ല. പോലീസ് അത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നു. പ്രത്യേകിച്ച് ഈ പിതാവ് ന്യൂസ് 18 ഒരു അഭിമുഖം ഇപ്പോൾ അല്പസമയം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത് SDPIയുടെ ഓഫീസിൽ ഈ യുവാവിനെ എത്തിച്ചു, താനും ആ ഓഫീസിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന പിതാവ് ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. അതുകൂടാതെ അദ്ദേഹം വ്യക്തമാക്കുന്നത് യുവാവിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്നതാണ്. സത്യം പുറത്തു വരണം. അത് എന്തായാലും ഈ യുവാവിനെ ചോദ്യം ചെയ്യണമെന്നത് ഉൾപ്പെടെയുള്ള ഒരു ആവശ്യം കുടുംബം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാലും പോലീസ് ഈ യുവാവിനെ കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഈ യുവാവിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ യുവാവിന്റെ മൊഴി അത് വളരെ നിർണായകമാണ്. ഈ യുവാവ് ഇപ്പോൾ എവിടെയാണുള്ളത്, ഇയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിലൊക്കെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. പോലീസിന്റെ ഒരു ടീം
പ്രത്യേകിച്ച് ഈ യുവാവിനെ കണ്ടെത്താനുള്ള ശ്രമം അത് തന്നെയാണ് നടക്കുന്നത്. എന്നാലും ഈ കുടുംബവും ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ പിതാവ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ വ്യക്തമാക്കിയിരുന്നത്, പിതാവാണ് ഇതിൽ പരാതിക്കാരൻ. ആദ്യം പരാതി നൽകിയത് ഇത് ആൾക്കൂട്ട വിചാരണയിൽ മകൾ മനംനൊന്ത് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തു എന്ന ഒരു കാര്യത്തിൽ പരാതി നൽകിയതും പിതാവായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് രാവിലെയോട് കൂടിയാണ് മാതാവ് ഇത്തരത്തിൽ ഒരു പുതിയ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്ന സാഹചര്യമുണ്ട്. ഏതായാലും പിതാവ് അല്പസമയം മുമ്പ് ഇതിലൊരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. SDPIയുടെ ഓഫീസിൽ 5 മണിക്കൂറിലധികം തീർച്ചയായും അത് തന്നെയാണ് പരിശോധിക്കേണ്ടത്. ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണി കുടുംബത്തിന് നേരെയുണ്ടോ? എന്തുകൊണ്ടാണ് ഇവർ ഈ പരാതിയിൽ നിന്നും മലക്കം മറിഞ്ഞിരിക്കുന്നത്? മാത്രമല്ല, എന്താണ് റസീനയ്ക്ക് സംഭവിച്ചത്? റസീനയ്ക്ക് ആൾക്കൂട്ട വിചാരണ ഉണ്ടായിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതാണ്. പോലീസ് വിശദമായ അന്വേഷണം നടത്തേണ്ടതാണ്. കൂടുതൽ പ്രതികൾ ഈ സംഭവത്തിന് പിന്നിൽ നിലവിൽ അറസ്റ്റിലായ 3 പേർ മാത്രമല്ല, 3 SDPI പ്രവർത്തകർ മാത്രമല്ല, കൂടുതൽ പേർക്ക് പങ്കുണ്ട്. അങ്ങനെയെങ്കിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയാണ് പോലീസ് സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ല. സ്പോട്ട് ലൈവ് തുടരുന്നു. കോഴിക്കോട് താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ പ്രതികൾക്ക് +1 പ്രവേശനം നൽകിയതിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകൾ. വിദ്യാർത്ഥികളെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷകർത്താക്കളും സമരം തുടങ്ങി. ഷഹബാസ് വധക്കേസ് പ്രതികളായ 2 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയ ഈങ്ങാപ്പുഴ MGM ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലാണ് പ്രതിഷേധം. സ്കൂളിലേക്ക് മാർച്ച് നടത്തിയ KSU MS പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് സ്കൂളിലേക്ക് കടക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. അന്തിയുറങ്ങും ഷഹബാസേ, അന്തിയുറങ്ങും ഷഹബാസേ, നിങ്ങൾക്കായി പൊരുതുന്നു, നിങ്ങൾക്കായി പൊരുതുന്നു, നിങ്ങൾക്കായി പൊരുതുന്നു, നിങ്ങൾക്കായി പൊരുതുന്നു. പൊന്നാമനേ ഷഹബാസേ, പൊന്നാമനേ ഷഹബാസേ, ഞങ്ങളുണ്ട് നിന്റെ കൂടെ, ഞങ്ങളുണ്ട് നിന്റെ കൂടെ. നീതിക്കായി പോരാട്ടോ, നീതിക്കായി പോരാട്ടോ, നീതിക്കായി പോരാ. താക്കീതല്ലെന്ന് വെല്ലുവിളി, താക്കീതല്ലെന്ന് വെല്ലുവിളി. കണ്ടുവരൂലേ? BJP സ്കൂളിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. സ്കൂൾ മാനേജ്മെന്റും PTA-യുമായി ആലോചിച്ച ശേഷം നടപടിയെടുക്കാമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞത്. മാനേജ്മെന്റ് ഭാഗത്തു നിന്നും കുട്ടികളെ പുറത്താക്കാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ തങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ നിന്ന് പിൻവലിക്കുമെന്ന് രക്ഷകർത്താക്കൾ മുന്നറിയിപ്പ് നൽകി. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അനീഷ്, ഈ വിദ്യാർത്ഥികൾക്ക് കോടതി ഇടപെടലിലൂടെയാണ് ഈ സ്കൂളിൽ
അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു, പ്ലസ് 1 അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. പക്ഷേ ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ സമ്മർദ്ദ നീക്കവുമായി രക്ഷകർത്താക്കളും രംഗത്തെത്തുന്നു. സ്കൂളിന്റെ തീരുമാനം എന്താണ്? ടോം, സ്കൂൾ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ തീരുമാനത്തിലേക്ക് കടന്നിട്ടില്ല. അത് മാനേജ്മെൻറ്റും ഒപ്പം അധ്യാപക രക്ഷകർത്തൃ സമിതിയും യോഗം ചേർന്ന ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നല്ല രീതിയിൽ മാർക്കുള്ള കുട്ടികളാണ് അവർ. ഈ സർക്കാരിൻ്റെ ഓപ്ഷന് വേണ്ടി അപേക്ഷിക്കുകയും അലോട്ട്മെൻറ്റ് അതുപ്രകാരം കിട്ടുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നിയമാനുസൃതമാണ് അവർക്ക് അഡ്മിഷൻ നൽകിയിരിക്കുന്നത്. ഈ കുട്ടികൾക്ക് തുടർ പഠനം നടത്താം എന്നും കോടതി പറയുകയും ചെയ്തിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ തികച്ചും നിയമവിധേയമായാണ് ഇവർ ഇപ്പോൾ ഈ സ്കൂളിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നു. പക്ഷേ രക്ഷകർത്താക്കളും വിദ്യാർത്ഥി സംഘടനകളുമൊക്കെ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമ്പോൾ സുഗമമായ രീതിയിൽ ആ സ്കൂളിലെ പഠനം മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം, കുട്ടികളെ പിൻവലിക്കുമെന്ന ഭീഷണിയുമായി ഒരു വശത്ത് രക്ഷിതാക്കൾ നിൽക്കുന്നു, മറുവശത്ത് സ്കൂളിന് മുമ്പിൽ നിരന്തരം സമരങ്ങൾ നടത്തുമെന്ന പ്രഖ്യാപനവുമായി വിദ്യാർത്ഥി സംഘടനകൾ നിൽക്കുന്നു. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഒരു ധർമ്മസങ്കടത്തിലാണ് സ്കൂൾ അധികൃതർ ഉള്ളത്. അതുകൊണ്ട് ഈ PTA-യും മാനേജ്മെൻറ്റും തമ്മിൽ യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയും പിന്നീട് DD അടക്കമുള്ളവരുടെ ഒരു സമ്മതത്തോടുകൂടി എന്തെങ്കിലും നടപടികളിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ അധികൃതർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ 6 കുട്ടികളാണ് ഈ ഷഹബാസ് വധവുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട് റിമാൻഡിൽ കഴിഞ്ഞിരുന്നത്. അവർ ഈ ജുവനൈൽ ഹോമിൽ അല്ലെങ്കിൽ ഒബ്സർവേഷൻ ഹോമിലാണ് കിടന്നിരുന്നത്. അതിൽ 5 പേർക്കും മികച്ച മാർക്ക് A+ നേടി പരീക്ഷ ജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒബ്സർവേഷൻ ഹോമിൽ നിന്ന് തന്നെയാണ് അവർ പരീക്ഷയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. ദീർഘനാളുകൾക്ക് ശേഷം, അതായത് ഫെബ്രുവരി അവസാന വാരമായിരുന്നു, അല്ലെങ്കിൽ ഫെബ്രുവരി 28-നായിരുന്നു ഈ ഷഹബാസ് ഈ വിദ്യാർത്ഥി സംഘടനയുടെ കൊല്ലപ്പെട്ടത്. അതിനുശേഷം തുടർച്ചയായി 3-4 മാസത്തോളം ഈ കുട്ടികൾ ഈ റിമാൻഡിൽ തന്നെ കഴിയുകയായിരുന്നു. അതിനുശേഷം പുറത്തേക്ക് പോയത് തന്നെ ഈ അഡ്മിഷൻ്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയായിരുന്നു. അന്നും വലിയ പ്രതിഷേധമായിരുന്നു ഈ ഒബ്സർവേഷൻ ഹോമിൻ്റെ പുറത്തുണ്ടാവുകയും ചെയ്തു. ഉപാധികളോടെയാണ് ജാമ്യം നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു സങ്കീർണമായ ഒരു നിയമപ്രശ്നമായി തന്നെ ഇത് മാറുന്നു. നേരത്തെ ഈ കുട്ടികളെ പരീക്ഷ എഴുതാൻ സർക്കാർ അനുവദിച്ചു എന്ന് ആരോപിച്ച് ഈ ഷഹബാസിൻ്റെ കുടുംബവും വിദ്യാർത്ഥി സംഘടനകളുമൊക്കെ അന്ന് രംഗത്തെത്തിയിരുന്നു. അവരെ പരീക്ഷ എഴുതാനൊക്കെ കൊണ്ടുപോയപ്പോൾ വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അന്ന് പക്ഷേ ആ എതിർപ്പുകളൊക്കെ അവഗണിച്ച് കുട്ടികളെ പരീക്ഷ എഴുതിക്കുകയായിരുന്നു. കോടതി ഉത്തരവിൽ തന്നെ അക്കാര്യം പരീക്ഷ എഴുതിക്കണമെന്ന് പറഞ്ഞതിനാൽ ബാലനീതി വകുപ്പ് പ്രകാരം ഈ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ളൊരു അർഹത ഉണ്ട്. അതുകൊണ്ട് അത് നിഷേധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ കുട്ടികൾ പരീക്ഷ എഴുതുകയും പരീക്ഷയിൽ മികച്ച മാർക്ക് നേടുകയും പിന്നീട് +1 അഡ്മിഷൻ എടുക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ സ്കൂളിൽ ഒരു തരത്തിലും പഠനം മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇന്നെന്തായാലും അധികൃതരുമായി നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചകൾക്കൊടുവിൽ മാനേജ്മെൻറ്റും PTA-യും ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യാമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. ഒരുപക്ഷെ അനുകൂലമായൊരു തീരുമാനമുണ്ടായില്ലെങ്കിൽ നാളെ മുതൽ വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും. ടോം, തീർച്ചയായും അനീഷ, ഇവിടെ ബാലനിധി അവകാശം അതോടൊപ്പം അവരുടെ മനുഷ്യാവകാശങ്ങളൊക്കെ ഇത് ചെയ്യേണ്ടതാണ്, നടപ്പാക്കേണ്ടതാണ്. അത് സ്വാഭാവികമായും ഇവർ ശിക്ഷാ കാലയളവ് കഴിഞ്ഞൊക്കെ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശിക്ഷാ കാലയളവ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും അവർക്ക് ജീവിക്കാൻ കഴിയണം. ഒരു കുറ്റവാളിയായിട്ടല്ല അവർ ജീവിക്കേണ്ടത്. സ്വാഭാവികമായിട്ടൊരു മനപരിവർത്തനമൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. അവരുടെ വിദ്യാഭ്യാസം ഒരിക്കലും നിഷേധിക്കപ്പെടാൻ പാടില്ല. പക്ഷേ ഈ രീതിയിൽ സ്വാഭാവികമായും ഈ കോഴിക്കോട് ഈ താമരശ്ശേരിയിലെ ഈ സ്കൂൾ, ഈങ്ങാപ്പുഴയിലെ ഈ സ്കൂളിലെ ഈ കുട്ടികളോടൊപ്പം, അല്ലെങ്കിൽ ഈ കേസിലെ പ്രതികളായിട്ടുള്ള കുട്ടികളോടൊപ്പം തങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളും മക്കളും പഠിക്കേണ്ടി വരുന്നൊരു സാഹചര്യം സ്വാഭാവികമായിട്ട് രക്ഷിതാക്കളെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. പകരം മറ്റെന്തെങ്കിലും സംവിധാനം ഏർപ്പെടുത്തേണ്ടതല്ല ഇവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, തുടർ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ? സ്കൂളാണോ അതോ അല്പം കൂടി ഉന്നതമായിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പാണോ ഈ വിഷയത്തിലൊരു തീരുമാനമെടുക്കേണ്ടത്? ടോം, വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടി വരും എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം നേരത്തെ ഈ SLC പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ഇവരുടെ ഫലം തടഞ്ഞു വയ്ക്കുന്ന ഒരു സാഹചര്യം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കോടതി നിശ്ചിതമായ വിമർശനങ്ങൾ അക്കാര്യത്തിൽ നടത്തുകയും എത്രയും പെട്ടെന്ന് ഈ കുട്ടികളുടെ പരീക്ഷാഫലം പുറത്തുവിടണമെന്ന് പറയുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് വലിയ ബോധ്യം കോടതിക്കുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലെ നിയമങ്ങൾ കർശനമാണ്. ഈ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ഒരു വശത്ത് കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം
ബന്ധപ്പെടുന്നത് തടയാൻ കഴിയില്ല. പക്ഷേ ഈ താമരശ്ശേരിയിലും സമീപപ്രദേശങ്ങളിലും ഒക്കെ ഉള്ള സ്കൂളിൽ തന്നെ ഈ കുട്ടികൾ പഠിക്കണമോ എന്നൊരു കാര്യത്തിൽ ഒരു തീരുമാനം സ്കൂൾ അധികൃതരും രക്ഷകർത്താക്കളും ഒക്കെ എടുക്കേണ്ടി വരും. കാരണം ഈ കുട്ടികളുടെ നേരത്തെ പോലീസൊക്കെ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നത് ഈ കുട്ടികളുടെ സുരക്ഷ ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഈ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു, തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റു കുട്ടികളുമായി ഇടകലരുന്നു, മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ പങ്കെടുക്കുന്നു. അങ്ങനെ ഇടപെടുമ്പോൾ അവരുടെ ജീവനം തന്നെ സുരക്ഷയ്ക്ക് ഒരു ഭീഷണിയുണ്ട് എന്ന് നേരത്തെ പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഇത്തരം ഒരു സാഹചര്യവും ഒപ്പം ഈ അടുത്തുള്ള കുട്ടികൾക്ക് ഈ ഷഹബാസിനെ അറിയാവുന്ന അല്ലെങ്കിൽ ഷഹബാസിൻ്റെ നാട്ടുകാരായ തന്നെ കുട്ടികൾക്ക് ഈ കുട്ടികളോടൊപ്പം ഇരുന്ന വിദ്യാഭ്യാസം നടത്തുക എന്നതൊരു വലിയ ദുഷ്കരമായ കാര്യമായിരിക്കും. തീർച്ചയായും ഒരു പൂർണ്ണ ഒറ്റപ്പെടലിലേക്ക് ഒരുപക്ഷെ അവർ നീങ്ങാനുള്ള സാധ്യതകളുണ്ട്. രക്ഷകർത്താക്കൾ വലിയ ഒരു സമ്മർദ്ദം ഇക്കാര്യത്തിൽ ചെലുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ അലോട്ട്മെൻറ്റിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു സ്കൂളിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സങ്കീർണമായിരിക്കും. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് മുൻകൈ എടുത്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ ഒരുപക്ഷെ മറ്റു സ്കൂളുകളിലേക്ക് ഇവരെ മാറ്റി അവർക്ക് പ്രവേശനം കൊടുക്കാൻ സാധിക്കും. ഒരുപക്ഷെ ആ സ്ഥലത്തു നിന്നും മാറി മറ്റെന്തെങ്കിലും കുറച്ചുകൂടി ദൂരത്തുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റ് കുറച്ചുകൂടി ഈ പ്രതിഷേധങ്ങൾ കുറഞ്ഞൊരു സ്ഥലത്തൊക്കെ ഈ 2 കുട്ടികളാണ് ഇപ്പോൾ ഈങ്ങാപ്പുഴ സ്കൂളിൽ പ്രവേശനമെടുത്തത്. 2 കുട്ടികൾ കോഴിക്കോട് ജില്ലയിലെ തന്നെ ഈ തീരമേഖലയോട് ചേർന്ന എടുത്ത ഒരു സ്കൂളിലാണ് പഠിക്കാൻ ചേർന്നിരിക്കുന്നത്. കോഴിക്കോട് നഗരത്തിലെ സ്കൂളിൽ കുട്ടി പഠിക്കുന്നുണ്ട്. അങ്ങനെ പലയിടത്തായാണ് പഠിക്കുന്നത്. ഏറ്റവും പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നത് ഈ താമരശ്ശേരിക്ക് സമീപപ്രദേശത്ത് തന്നെയുള്ള സ്കൂളിൽ ഈ കുട്ടികളെ ചേർത്തതിലാണ്. മറ്റിടങ്ങളിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഈ കുട്ടികളുടെ കാര്യം കുറച്ചുകൂടി സുരക്ഷിതമായ ഒരിടത്തേക്ക് ഇവർ മാറ്റുകയാണ് ചെയ്യേണ്ടത്. എന്തായാലും അത്തരത്തിലുള്ള ആലോചനകൾ ഒരു പക്ഷേ നടക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും സ്കൂൾ അധികൃതർ തീർച്ചയായും അത് തന്നെയാണ് അനീഷ് സൂചിപ്പിച്ചതുപോലെ ചെയ്യേണ്ടത്. കാരണം ഇവിടെ ഈ വിഷയം ഒരു ക്രമസമാധാന പ്രശ്നമായി മാറാൻ പാടില്ല. മറ്റ് കുട്ടികളുടെ ഭാവി ജീവിതത്തെയും ബാധിക്കാൻ പാടില്ല. അവരുടെ രക്ഷിതാക്കളുടെ ആശങ്കയ്ക്കൊക്കെ പരിഹാരമുണ്ടാകണം. പക്ഷേ എന്താണ് ഈ വിഷയത്തിൽ തീരുമാനം എടുക്കേണ്ടതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് തീരുമാനിക്കേണ്ടത്. തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രത്തിലെ തന്ത്രിക്കും പൂജാരിക്കുമെതിരായ പീഡന കേസിൽ പല രീതിയിലുള്ള സംശയങ്ങളും ദുരൂഹതയും ഉയർന്നതാണ്. ഈ പരാതിയും കേസുമൊക്കെ കള്ളപ്പരാതിയാണെന്നും കേസാണെന്നും ആക്ഷേപവുമായി തന്ത്രിയുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു. കർണാടക പോലീസ് പണം ആവശ്യപ്പെട്ടുവെന്ന പരാതിയുമായിട്ടാണ് ഒടുവിൽ പെരിങ്ങോട്ടുകര ക്ഷേത്രം തന്ത്രി ഉണ്ണി ദാമോദരന്റെ കുടുംബം രംഗത്തെത്തിയത്. പീഡനക്കേസിൽ നിന്ന് ഒഴിവാക്കാൻ 2 കോടി രൂപ ആവശ്യപ്പെട്ടെന്ന് കാട്ടി തൃശൂർ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ തന്ത്രിയുടെ ഭാര്യ പരാതി നൽകി. ബന്ധലൂർ പോലീസ് മാനസികമായി പീഡിപ്പിച്ചെന്നും പരാതിയുണ്ട്. തന്ത്രിയുടെ സഹോദരനും മക്കൾക്കുമെതിരെ പോലീസ് നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസിന്റെ വിവരങ്ങളും കുടുംബം പുറത്തുവിട്ടു. ഒളിവിൽ കഴിയുന്ന ഉണ്ണി ദാമോദരന് വേണ്ടി അന്വേഷണം തുടരുകയാണ്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, കഴിഞ്ഞ ദിവസം ഈ ഉണ്ണി ദാമോദരന്റെ മകളാണ് മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ പീഡന പരാതിക്കും ഈ കേസിനുമൊക്കെ പിന്നിലെന്ന കാര്യങ്ങളാണ് അവർ തുറന്നു പറഞ്ഞത്. ഇതിനു മുൻപ് ഈ കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് പോലീസ് സ്റ്റേഷനിൽ എത്തിയതാണോ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം പറയുന്നത്? മാത്രമല്ല ഇതോടൊപ്പം കർണാടക പോലീസിനെതിരെ ഏത് രീതിയിലുള്ള നിയമ നടപടിയാണ് ഇപ്പോൾ കുടുംബം സ്വീകരിച്ചിരിക്കുന്നത്? ആജ്ഞ. ടോം, കഴിഞ്ഞ ദിവസം ഈ ഉണ്ണിമായ എന്ന് പറയുന്ന തന്ത്രിയുടെ മകൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം നടത്തിയിരുന്നതാണ്. അപ്പോഴും അവരാരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് 2 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ബലന്തൂർ പോലീസ് ഇത്തരത്തിൽ 2 കോടി രൂപ കേസ് ഒത്തുതീർപ്പാക്കാൻ ആവശ്യപ്പെടുന്നു എന്നുള്ളതായിരുന്നു അവർ പ്രധാനമായും ഉന്നയിച്ചിരുന്ന ഒരു പരാതി. അതായിരുന്നു ആ പരാതിയിൽ ഈ തന്ത്രിയുടെ ഭാര്യ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. അതായത് ഈ കേസ് അന്വേഷിക്കണം, അതായത് ഇവരുമായി കുടുംബപരമായി നേരത്തെ തന്നെ പ്രശ്നങ്ങളുണ്ട്, ഇവർ ക്രിമിനൽ കേസ് വരെ ഈ എതിർകക്ഷികളുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ കേസ് വരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 5 FIR അന്തിക്കാട് പോലീസ് തന്നെ 5 FIR ആ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരം മോഷ്ടിക്കൽ, അതുപോലെ ഈ വീട്ടുകാരെ ആക്രമിക്കൽ തുടങ്ങിയ കേസുകളൊക്കെ ഇതിൽ വരുന്നതുമാണ്. അത്തരത്തിൽ നേരത്തെ മുതൽ ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് തന്ത്രിയെ പീഡന കേസിൽ കുടുക്കിയതും
അതുപോലെ തന്ത്രിയുടെ മരുമകനായിട്ടുള്ള അരുണിനെ പീഡന കേസിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നതും ഇതുമായി ബന്ധപ്പെട്ടുള്ള ശത്രുതയുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഗൂഢാലോചനയാണ് എന്ന് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അത് പോലീസ് അന്വേഷിക്കണം. ഈ ബെലന്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും അവർക്കത് മനസ്സിലായിട്ടും കേസ് ഇത്തരത്തിൽ തങ്ങൾക്ക് മനസ്സിലായി, പക്ഷേ ഒത്തുതീർപ്പിന് 2 കോടി രൂപ നൽകണമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന പോലീസിന്റെ ഭാഗത്തുനിന്നും അത്തരത്തിലൊരു നീക്കമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് കൃത്യമായി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി പോലീസ് അന്വേഷിക്കണമെന്ന് തന്നെയാണ് തന്ത്രിയുടെ ഭാര്യ നൽകിയിരിക്കുന്ന പരാതി. അങ്ങനെയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ തന്ത്രിയുടെ ഉണ്ണി ദാമോദരൻ എന്ന് പറയുന്ന തന്ത്രിയുടെ സഹോദരന്മാരും അവരുടെ മക്കളുമാണ് ഈ കേസിന് പിന്നിൽ. ഇവർ നേരത്തെ മുതൽ, ഈ കഴിഞ്ഞ ഡിസംബർ മുതൽ ഇത് സ്വത്ത് തർക്കമുണ്ട്. ശരിക്കും അതായത് പൈതൃക സ്വത്ത് ലഭിച്ചിരിക്കുന്നത് ഉണ്ണി ദാമോദരൻ എന്ന് പറയുന്ന തന്ത്രിക്കാണ്. അദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകാരൻ, മുഖ്യ തന്ത്രിയും അദ്ദേഹമാണ്. ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ ആചാരപ്രകാരം നോക്കി നടത്തുന്നു അദ്ദേഹമാണ്. അദ്ദേഹം ഇത്ര കാലം ഇവരെ സാമ്പത്തികമായി സഹായിച്ചിരുന്നു. അതല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്കുള്ള വരുമാനത്തിൻ്റെ ഒരു പങ്ക് ഇവർക്കും നൽകി തന്നെ കൃത്യമായി വന്നിരുന്ന ഒരാളാണ്. അതേസമയം ഇവരൊരു ഡയാലിസിസ് സെൻറ്റർ തുടങ്ങുന്നു. ഈ ഡയാലിസിസ് സെൻറ്റർ ഒരു ദിവസം സൗജന്യ ഡയാലിസിസ് എന്നൊരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടാണ് ഡയാലിസിസ് സെൻറ്റർ തുടങ്ങാൻ ഇരിക്കെയാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത്. ഈ ഡയാലിസിസ് സെൻറ്ററിലൂടെ തങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന പണം മറ്റുള്ളവർക്ക് ലഭിക്കും, അല്ലെങ്കിൽ സൗജന്യമായി മറ്റുള്ളവരിലേക്ക് പണം പോകും, അവരുടെ ചികിത്സയ്ക്ക് മറ്റുമായി പണം ഒരുപാട് ചിലവാകും എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇവർ തമ്മിൽ തർക്കമാകുന്നതും ഇത് കേസ് അതായത് കുടുംബ പ്രശ്നമാകുന്നതും. അത് ആദ്യം സിവിൽ കേസായിരുന്നു. കുടുംബം കർണാടക പോലീസിനെതിരെ ഉന്നയിച്ചത് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. ഇതിന് പിന്നിൽ ഈ പീഡന കേസിന് പിന്നിൽ 2 കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കമാണ്, പ്രശ്നമാണെന്ന ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. കൊല്ലം കുളത്തൂപ്പുഴയിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്. സാധ്യതയുണ്ട്. ഇത് ശീലമായേക്കാം. ഉത്തരവാദിത്വത്തോടെ കളിക്കും. ഇപ്പോൾ വന്നൊരു വാർത്തയാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. കൊല്ലം കുളത്തൂപ്പുഴയിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു. കുളത്തൂപ്പുഴ സ്വദേശിനി രേണുകയാണ് മരിച്ചത്. ഭർത്താവ് സനുക്കുട്ടൻ ഒളിവിലാണ്. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് സൂചന. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഇതെപ്പോഴാണ് സംഭവം ഉണ്ടായത്? ഈ ഭാര്യയെ ഭർത്താവ് ഇങ്ങനെ ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്താൻ കാരണം കുടുംബ പ്രശ്നം തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ?
ടോം, ഏകദേശം ഇന്നൊരു ഉച്ചയോട് കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വളരെ നാടിനെ നടുക്കിയ ഒരു സംഭവമായി തന്നെ ഇത് മാറുന്നു. കൊല്ലം കുളത്തൂപ്പുഴയിലാണ് ഭാര്യ ഭർത്താവും തമ്മിലുള്ള വീട്ടിലുണ്ടായ ചില തർക്കങ്ങളാണ് ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്കറിയുന്നത്. ഇരുവരും തമ്മിൽ വഴക്കുണ്ടാവുകയും തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന ഒരു കത്തി ഉപയോഗിച്ച്, കത്രികയാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കത്രിക ഉപയോഗിച്ച് രേണുകയെ ഭർത്താവ് കുത്തുകയായിരുന്നു. രേണുകയുടെ മുതുകത്തും വയറ്റിലും സ്വകാര്യ ഭാഗത്തും കുത്തിയതായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഉടൻ തന്നെ നാട്ടുകാർ ഇടപെടുകയും ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. പക്ഷേ രേണുകയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഭർത്താവ് സുനിക്കുട്ടൻ ഇപ്പോൾ ഒളിവിലാണ്. കുളത്തൂപ്പുഴ വനമേഖലയിലേക്ക് ഇയാൾ ഓടിക്കേറിയതായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പോലീസ് അയാൾക്കായിട്ടുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ടോം, എന്തായാലും ഈ യുവതിയുടെ മൃതശരീരം ഇപ്പോൾ കടക്കൽ താലൂക്ക് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. പ്രതിക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ്. ടോം, വിനീഷ്, ഇങ്ങനെ പതിവായി ഇരുവരും തമ്മിൽ കുടുംബ കലഹം ഉണ്ടായിരുന്നു. നാട്ടുകാരെന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്? ടോം, പോലീസ് സംഭവ സ്ഥലത്തെത്തി പ്രദേശവാസികളുടെയും അതുപോലെ ഇവരുടെ ബന്ധുമിത്രാദികളുടെയും മൊഴികൾ രേഖപ്പെടുന്നുണ്ട്. ഇവരുടെ അമ്മയുടെ മൊഴി ഇപ്രകാരമാണ്. ഇവർ തമ്മിൽ നിരന്തരം വഴക്കുണ്ടാകുന്നത് പതിവാണ്. അതുപോലെ ഈ സംശയരോഗമാണ് ഇത്തരത്തിലേക്കുള്ള ഒരു വഴക്കിലേക്കും കൊലപാതകത്തിലേക്കും നയിച്ചതെന്ന ചില സൂചനകളാണ് പോലീസിന് ലഭ്യമായിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ഈ അമ്മയുടെ മൊഴിയിലാണ് ഇത്തരത്തിൽ പോലീസിന് വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഇപ്പോൾ അന്വേഷിക്കണം. ഈ എത്ര നാളുകൊണ്ട് ഇത്തരത്തിലുള്ള സംശയരോഗത്തെ തുടർന്നാണ് ഇങ്ങനെ പീഡനം ഈ യുവതി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, കുറിച്ചല്ല ഇനി അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. ടോം, എന്തായാലും ഇവർക്ക് 2 മക്കളുണ്ട്. അവര് സംഭവ സമയം കൂടെ ഇല്ലായിരുന്നു. അപ്പോൾ പ്രദേശവാസികളുടെ മൊഴി കൃത്യമായി രേഖപ്പെടുന്നുണ്ട്. ഈ പ്രതിയെ ഉടൻ തന്നെ പിടികൂടാനാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. എന്തായാലും വനാതിർത്തിയിലേക്ക് ഓടിക്കേറിയതായിട്ടുണ്ട്. സമീപവാസികൾ മൊഴി നൽകിയിട്ടുണ്ട്. പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. ടോം, അല്പസമയത്തിനകം തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കുളത്തൂപ്പുഴയിലാണ് ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നത്. കുടുംബ പ്രശ്നമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് മകളുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പിതാവ് രംഗത്ത്. കുളത്തൂർ സ്റ്റേഷൻ കടവ് സ്വദേശിനി സുധീനയുടെ മരണത്തിലാണ് ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പൂന്തുറയിൽ ഭർത്തൃ വീട്ടിലാണ് സുധീനയെ മരിച്ച നിലയിൽ കണ്ടത്. കിടപ്പുമുറിയിൽ ഫാനിൽ ബെഡ്ഷീറ്റും ഷാളും ഉപയോഗിച്ച് തൂങ്ങിയതെന്നാണ് ഭർത്താവ് ബാദുഷ പൂന്തുറ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ യുവതി കുഴഞ്ഞു വീണുവെന്നാണ് ഇയാൾ സുധീനയുടെ പിതാവ് ബഷീറിനെ അറിയിച്ചത്. യാതൊരു കാരണവശാലും ആത്മഹത്യ ചെയ്യൂല. അവള് ഒരു പെമ്മക്കളും 2 മക്കളുള്ളതുകൊണ്ട് അവള് ചെയ്യൂല. ഒരു എന്തെങ്കിലും അക്കതർക്കങ്ങളുണ്ടായി അവള് രാത്രി 10:30 മണിക്ക് വന്ന് ഓട്ടോറിക്ഷ ഓടിയിട്ട് വന്ന് ഒരു പെണ്ണിന്റെ വിഷയമുണ്ട്. കൂടെ ഒരു പെണ്ണിന്റെ വിഷയമുണ്ട്. ഇവ ആട്ടോ ഓടിക്കാതെ പെണ്ണിനായിട്ട് കമ്പനി അവിടെ ഫോൺ വിളിക്കുമ്പോൾ ഫോൺ എടുത്തുകൊണ്ട് വെളിയിൽ പോയി സംസാരിക്കും. എൻ്റെ മോള് ചോദിച്ചു, എന്തിന് ഞങ്ങൾ എപ്പോഴും ഫോൺ വരും വെളിയിൽ പോകുന്നത്? അതൊരു ഓട്ടം വിളിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാമല്ലോ. ഈ രാത്രിയൊക്കെ ഓട്ടം വിളിക്കുന്നത്. അങ്ങനെ പല സംശയങ്ങളായി മോള് ചോദിക്കണോണ്ട് അത് ഭയങ്കര വിഷയം ഉണ്ടായി. സ്വർണം പണയം വെച്ചതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വീട്ടിൽ വഴക്ക് നടന്നിരുന്നു. മുൻപും പലതവണ സുധീനയെ ബാദുഷ മർദ്ദിച്ചിട്ടുണ്ടെന്നും ഇയാൾക്ക് മറ്റ് സ്ത്രീകളുമായുള്ള ബന്ധത്തെ ചൊല്ലി വീട്ടിൽ വഴക്കുണ്ടായിരുന്നുവെന്നുമാണ് പിതാവ് ബഷീർ ആരോപിക്കുന്നത്. അതായത് ഈ പിതാവിൻ്റെ കുടുംബത്തിൻ്റെ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഭർത്താവിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്ന സംഭവത്തിൽ ദുരൂഹതയുണ്ട് തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഈ സുധീനയുടെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നോ? കുടുംബ പ്രശ്നങ്ങൾ, അത് ഈ ഭർത്താവിൻ്റെ വഴിവിട്ട ബന്ധവുമായി ബന്ധപ്പെട്ട പ്രശ്നം അല്ലെങ്കിൽ സംശയം, ഇക്കാര്യങ്ങളാണോ ഈ ക്രൂരമായ ഇതുപോലുള്ള സംഭവങ്ങൾ പലപ്പോഴും കുടുംബങ്ങളിൽ കൂട്ടമരണങ്ങൾക്കോ ആത്മഹത്യക്ക് കാരണമാകാറുണ്ട്. സുധീന ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണം എന്തായാലും പുറത്തു വരേണ്ടതാണ്. അരുൺ മോഹൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഇത് കഴിഞ്ഞ ദിവസമാണ് സുധീനയെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിന് പിന്നാലെ സുധീനയുടെ യുവതിയുടെ കുടുംബം ഭർത്താവിനെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് ആത്മഹത്യയല്ല, മറ്റ് ദുരൂഹതകളുണ്ട്, വിശദമായി അന്വേഷിക്കണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. എന്താണ് ഈ വിഷയത്തിൽ പോലീസ് ഇതുവരെയും സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ? അരുൺ.
ഇപ്പം കഴിഞ്ഞ ദിവസമാണ് ഈ പറയുന്ന യുവതിയെ ഭർത്തൃ വീട്ടിൽ നിന്ന് മരിച്ച നിലയിൽ കാണുന്നത്. സുധീന എന്ന് പറയുന്ന വീട്ടമ്മയാണ്, 37-കാരിയാണ്. ഇവരെ വീട്ടിൽ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അതേസമയം ഇവരുടെ വീട്ടുകാരോട് അതായത് ഈ പെൺകുട്ടിയുടെ ഭർത്താവ് നൽകിയ മൊഴി എന്ന് പറയുന്നത് മകൾ കുഴഞ്ഞു വീഴുകയായിരുന്നു, തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നൊക്കെയായിരുന്നു പറയുന്നത്. എന്തായാലും ഈ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പോലീസ് ഡോക്ടർ നടത്തിയ പരിശോധനയിൽ കഴുത്തിൽ തുണി കൊണ്ട് മുറുകിയ ഒരു നില കണ്ടിരുന്നു. അതിനെ തുടർന്നായിരുന്നു ഈ പറയുന്ന പോലീസിന് ഈ പറയുന്ന പെൺകുട്ടിയുടെ ഭർത്താവായ ബഷീർ പെൺകുട്ടിയുടെ ഭർത്താവ് നൽകുന്നത് കഴുത്ത് ഞെരിച്ചതെല്ലാം ഈ പറയുന്ന തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നുള്ളതാണ് കിട്ടിയത്. എന്തായാലും ഇയാളുടെ പെൺകുട്ടിയുടെ ഭർത്താവിനെ കുറിച്ച് ഗുരുതരമായ ചില വിമർശനങ്ങൾ ഈ വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ പിതാവ് ബഷീർ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. ഇയാൾ സ്ഥിരം വീട്ടിൽ ബഹളമുണ്ടാക്കുന്നു, പെൺകുട്ടിയെ മർദ്ദിക്കുന്ന ഒരവസ്ഥയുണ്ട്. എന്തായാലും 17 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. അന്ന് മുതൽ ഈ പെൺകുട്ടിയെ സ്ഥിരമായി മർദ്ദിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നതായി ബഷീർ നമ്മളോട് പങ്കുവച്ചു. തുടർന്ന് എന്തായാലും ഇപ്പോൾ പൂന്തറ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സ്വർണം പണയം വെച്ചതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം വീട്ടിലുണ്ടായിരുന്നു. ഇതേ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിൽ ഒരുപക്ഷെ മകളെ അപായപ്പെടുത്തിയിട്ടുണ്ടാവാമെന്നും മനസ്സിലാവുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഗൗരവമായ അന്വേഷണം വേണമെന്ന നിലപാടിലും ഒപ്പം മകളെ ആത്മഹത്യയല്ല അല്ലെങ്കിൽ വ്യക്തമാണ്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. യുവതിയുടെ ദുരൂഹമരണത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. പത്തനംതിട്ട മെഴുവേലിയിൽ നവജാത ശിശുവിന്റെ മരണത്തിൽ യുവതി അറസ്റ്റിൽ. ഈ കുഞ്ഞിനെ പ്രസവിച്ച ഉടൻ 21-കാരി അവിവാഹിതയായ 21-കാരി കുഞ്ഞിനെ നിലത്തെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്ന കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മെഴുവേലി പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. യുവതിക്കെതിരെ നേരത്തെ പോലീസ് കൊലക്കുറ്റം ചുമത്തിയിരുന്നു. ശശിനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ, കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കുഞ്ഞിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കണ്ടെത്തലുകൾ വന്നതാണ്. പോലീസ് ആ രീതിയിൽ അന്വേഷണം നടത്തിയതാണ്. കുഞ്ഞിനെ ബോധപൂർവം നിലത്തെറിഞ്ഞ് യുവതി കൊലപ്പെടുത്തിയിരിക്കാം എന്നാണോ പോലീസിന്റെ കണ്ടെത്തൽ? ടോമി, അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു നിഗമനമുള്ളത്. കാരണം ആദ്യ ദിവസം ഈ നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ട ദിവസം ഈ അമ്മയെ ചോദ്യം ചെയ്തപ്പോഴെല്ലാം ഈ പ്രസവിച്ചുടനെ കുട്ടിയെ പുറത്തെടുത്തതിന് ശേഷം ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ കുട്ടിയുടെ തലയ്ക്ക് ക്ഷതമേറ്റതായി കഴിഞ്ഞ ദിവസം നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. അത് ഒരു വീഴ്ചയിൽ സംഭവിച്ചായിരിക്കും, അല്ലെങ്കിൽ എടുത്തെറിഞ്ഞുകൊണ്ട് സംഭവിച്ചായിരിക്കും എന്ന നിഗമനമാണ് പോലീസിനും ഡോക്ടർമാർക്കും ഉണ്ടായിരുന്നത്. ആ വീഴ്ചയിൽ സംഭവിച്ച തലയ്ക്കേറ്റ ക്ഷതമാണ് ഈ കുഞ്ഞ് മരിക്കാനുള്ള കാരണമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് യുവതിയെ വിശദമായി ചോദ്യം ചെയ്യുകയും ഇപ്പോൾ കസ്റ്റഡി എടുത്തിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഈ കുട്ടിയെ വലിച്ചെറിഞ്ഞ സമയത്ത് കുട്ടി കുഞ്ഞ് തറയിൽ പോയി ഇടിച്ചതിന്റെ ഭാഗമായിട്ടുണ്ടായ മുറിവാണ്, തലയ്ക്കുണ്ടായ ക്ഷതമാണ് ഈ മരണത്തിന് കാരണമെന്നാണ് ഇപ്പോൾ പോലീസിന്റെ വിലയിരുത്തുന്നത്. യുവതി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കൃത്യം യുവതി മാത്രമല്ല എന്നൊരു നിഗമനത്തിലാണ് പോലീസുള്ളത്. ഈ യുവതിക്ക് ഗർഭത്തിന് കാരണമായ കാമുകൻ കൂടി ഇതിൽ പങ്കാളിയായിരിക്കാം എന്നൊരു കാര്യം കൂടി പോലീസ് കരുതുന്നുണ്ട്. ആ തരത്തിലൊരു ചോദ്യം ചെയ്യൽ കൂടി ഉണ്ടായിരിക്കും. ഈ കൊലപാതകത്തിൽ കുഞ്ഞിന്റെ മരണത്തില് യുവതിയുടെ കാമുകനെതിരെയും പോലീസ് കേസെടുക്കുമോ? കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണോ പോലീസ് നൽകുന്ന വിവരം? ടോം, അത്തരത്തിൽ തന്നെയാണ്. ഈ കൃത്യം ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് ചെയ്യാൻ സാധ്യതയില്ലെന്നുള്ള നിഗമനത്തിലാണ് പോലീസ്. കാമുകന്റെയോ മറ്റാരുടെയെങ്കിലും പങ്കാളിത്തം ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. തീർച്ചയായും കാമുകൻ അതിൽ പങ്കുണ്ടെന്നുള്ള നിഗമനത്തിലാണുള്ളത്. നേരത്തെ കാമുകന്റെ ഒരു കേസും പോലീസ് എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പെൺകുട്ടി അറസ്റ്റിലായിരിക്കുന്നത്. ചെങ്ങന്നൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. കൃത്യമായ പെൺകുട്ടി പരസ്പര വിരുദ്ധമായ മൊഴികൾ തുടക്കത്തിൽ തന്നെ നൽകിയിരുന്നു. ഈ പ്രസവിച്ചുടനെ ശുചിമുറിയിൽ പ്രസവിച്ചുടനെ കുഞ്ഞിനെ എടുത്ത് തൊട്ടടുത്ത പുരയിടത്തിൽ കൊണ്ട് ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് പോയെന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. പിന്നീടാണ് കുഞ്ഞിനെ തറയിൽ ഇറങ്ങുന്നുള്ള രീതിയിലുള്ള മൊഴികൾ വരുന്നത്. അതിന് അടിസ്ഥാനമാക്കിയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും തലക്കേറ്റ ക്ഷതം കണ്ടെത്തിയിട്ടുള്ളത്. അത് വലിച്ചെറിഞ്ഞ സമയത്തുണ്ടായത് ഒരു മുറിവാണെന്നാണ് ഡോക്ടർമാരും
ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ മരണം കൊലപാതകം എന്ന നിഗമനത്തിലാണുള്ളത്. അതുകൊണ്ടാണ് ആ പെൺകുട്ടിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും കാമുകനെതിരെയും പോലീസ് കേസെടുക്കും. രണ്ടുപേരുടെയും പങ്കാളിത്തം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അത്തരത്തിൽ കേസ് മുന്നോട്ട് പോകാനാണ് സാധ്യത. ഈ കഴിഞ്ഞ കുറേ ദിവസമായി ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിൽ പെൺകുട്ടി വീട്ടിൽ പ്രസവിച്ചതിന് ശേഷം രക്തസ്രാവത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ വെച്ചാണ് ഡോക്ടർമാരാണ് ഈ പെൺകുട്ടി പ്രസവിച്ചായി കണ്ടെത്തുകയും അതിന് പിന്നീട് പോലീസിനെ അറിയിക്കുകയൊക്കെ ചെയ്ത് അത്തരത്തിലാണ് കേസ് മുന്നോട്ട് പോയത്. എന്തായാലും ഇപ്പോൾ ഈ കുറ്റം പെൺകുട്ടി സമ്മതിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കാമുകനെതിരെയും കേസെടുക്കുമെന്നും പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ കൃത്യം രണ്ടുപേരും കൂടി ചെയ്തതാണെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഇപ്പം വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ നവജാത ശിശുവിൻ്റെ മരണത്തിലാണ് അമ്മ അറസ്റ്റിലായിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിർ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. ഹൈക്കോടതി സമയം നീട്ടു നൽകിയതിനെ തുടർന്നാണ് ഹാജരാകാത്തത്. ഈ മാസം 27-ന് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൗബിനും സഹനിർമ്മാതാക്കളായ ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലാണ്. കേസ് വീണ്ടും ഈ മാസം 23-ന് പരിഗണിക്കും. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇന്നും സൗബിൻ ഷാഹിർ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായിട്ടില്ല. ഇനി എന്തായിരിക്കും അന്വേഷണ സംഘത്തിൻ്റെ തുടർ നീക്കങ്ങൾ? ടോം, 14 ദിവസത്തിനുള്ളിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നായിരുന്നു കോടതിയുടെ ഉത്തരവ്. അത് പ്രകാരം ഇന്നാണ് ആ ഹർജി പരിഗണിക്കുക. പക്ഷേ ഈ ജാമ്യാപേക്ഷയിൽ കോടതി മറ്റ് നടപടിക്രമങ്ങളൊന്നും പൂർത്തിയാക്കാത്തതിനാലാണ് 27-ാം തീയതിയോ അതിനു മുൻപോ ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മരട് പോലീസ് വീണ്ടും നോട്ടീസ് നൽകി 27-ാം തീയതി ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് ഇന്ന് ഹാജരാകാതെ 27-ാം തീയതി ആയിരിക്കും ചിലപ്പോൾ സൗബിൻ ഷാഹിറും പിതാവ് ബാബു ഷാഹിർ, മറ്റൊരു സഹനിർമ്മാതാവായിട്ടുള്ള ഷോൺ ആന്റണി എന്നീ 3 പേരും ഹാജരാകുക എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ ഹർജി, ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ 23-ാം തീയതി ആയിരിക്കും ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുക. ഈ പരാതിക്കാരൻ പറയുന്നത് പ്രകാരം 7 കോടി രൂപയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി മുടക്കിയത്. ഇതിന്റെ ലാഭവിഹിതമോ മുടക്കിയ തുകയോ തിരികെ നൽകിയില്ല. പിന്നീട് ഈ സഹനിർമ്മാതാക്കളുമായിട്ടും സൗബിൻ ഷാഹിറുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ അവർ പണം നൽകിയിട്ടില്ല എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. തന്റെ പണം അത് നഷ്ടപ്പെട്ടു, അത് തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മരട് പോലീസിന് പരാതി നൽകിയത്. പോലീസിന്റെ അന്വേഷണത്തിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ, അതായത് ഈ പരാതിക്കാരൻ പറയുന്ന സിറാജ് പറയുന്നത് പ്രകാരം സൗബിന്റെ പറവ ഫിലിംസിന്റെ അക്കൗണ്ടിലേക്ക് കടവന്ത്രയിലെ ബാങ്കിൽ നിന്നും തുക നിക്ഷേപിച്ചതും ഒപ്പം മറ്റുള്ളവരുടെ അക്കൗണ്ടുകളിലേക്കും പണം കൈമാറിയതും കുറച്ചു തുക കയ്യിൽ നൽകിയത്, ഇതിന്റെ എല്ലാം കൃത്യമായിട്ടുള്ള തെളിവുകൾ ഈ പരാതിക്കാരനെ കോടതിയെയും ഒപ്പം പോലീസിനെയും സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു അന്വേഷണത്തിലാണ് പരാതിക്കാരൻ പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഈ നിർമ്മാതാക്കൾക്കെതിരായിട്ടുള്ള റിപ്പോർട്ട് കൂടി കോടതിയിൽ സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ നിർമ്മാതാക്കൾ പറയുന്നത് ഇത്തരത്തിലുള്ളൊരു ഈ ഒരു ഹർജി, ഈ ഒരു പരാതി കേസ് റദ്ദാക്കണം. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ചട്ടങ്ങളും എല്ലാം ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാക്കി മാറ്റാനുള്ള നിലപാടിനെ കേരളം ഒന്നടങ്കം ശക്തിയായിട്ട് പ്രതിഷേധിക്കേണ്ടതാണ്. ആ പ്രതിഷേധമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഗവർണറുടെ ചുമതലകൾ എന്താണ് കുട്ടികളെ പഠിപ്പിക്കാനുള്ള തീരുമാനം രാഷ്ട്രീയമായ മറ്റൊരു തരത്തിലുള്ള മറുപടിയായി? ഇല്ല, ഭരണഘടന പഠിപ്പിക്കുന്നത് എപ്പോൾ നല്ലതല്ലേ. എല്ലാ കാലത്തും ഈ കേരളത്തിലും ഇന്ത്യയിലും ഭരണഘടനാപരമായ മൂല്യങ്ങളും അതിന്റെ പ്രിയാമ്പിളും അതൊക്കെ പഠിപ്പിക്കുന്നത് നല്ലതാണ്. കുട്ടികളെയും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് ഭരണഘടനാ വിരുദ്ധമായ നിലപാട് എന്താണെന്നും എല്ലാവർക്കും തിരിച്ചറിയാനാവും. ഈ RSSുമായിട്ട് മുൻപ് കൂട്ടിച്ചേർത്തിട്ടെന്ന് മാഷ് പറഞ്ഞത് അതൊന്നും ചർച്ച ചെയ്യാൻ സ്വാധീനിക്കുന്ന ഘടകമാണ്. അതിലിങ്ങനെ പറഞ്ഞാണ് ചർച്ചയായോ? ഒരു ചർച്ചയില്ല. അത് സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. മാഷ് വിമർശനം ഉണ്ടായത് മാഷ് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. വിമർശനം ഉണ്ടായിരുന്നു പറയുന്നതിന്റെ കുഴപ്പം എന്താ ബുദ്ധിമുട്ടും? സ്വയം വിമർശനമില്ല ഞങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജം തന്നെ. നിങ്ങൾക്ക് നിങ്ങൾ ധരിക്കുന്നതാണ് തെറ്റായ നിലപാട്. ഒരു ഊർജ്ജത്തിന് പ്രശ്നമില്ല.
അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലല്ലേ ഊർജ്ജം ഉണ്ടാവേണ്ട കാര്യമില്ല. സ്വയം വിമർശനം ഉണ്ടാവേണ്ട കാര്യമില്ല, ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ചർച്ച ചെയ്തിട്ടില്ല, സ്വയം വിമർശനം ഒട്ടും ഉണ്ടായിട്ടില്ല. പോരെ? മുഖ്യമന്ത്രി ഭാഷ തിരുത്തിയായിരുന്നല്ലോ. അല്ല, അതൊക്കെ തിരിച്ച് എന്തൊക്കെയാണെന്നുള്ളതും എന്തൊക്കെയാ കാര്യങ്ങളെന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞാണ് ഇപ്പൊ എനിക്ക് ചർച്ച ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി അത് സംബന്ധിച്ച് ചർച്ചയ്ക്ക് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരാൾക്ക് വഴിയും പറ്റും പറയുന്നില്ല. ഞാൻ പറഞ്ഞു എന്തൊക്കെയാ പറഞ്ഞിരുന്നു, വളരെ വിശദമായിട്ട് പറഞ്ഞു പത്രസമ്മേളനത്തിൽ തന്നെ. അതവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇത് വോട്ടൊന്നും ഞങ്ങൾ തീരുമാനിച്ചില്ല. നല്ല രീതിയിൽ ചെയ്യും. അൻവറിനേക്കാളും അങ്ങനെ ഞാൻ ഇപ്രാവശ്യം അൻവറിനേക്കാളും അതല്ലേ വോട്ടിന്റെ കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിലുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള സ്വീകരണം ജനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പോളിംഗും അത് തന്നെയാണ് കാണിക്കുന്നത്. നല്ല രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്യും. ഇല്ല, ഞങ്ങളതൊന്നും വിലയിരുത്തില്ല. ആ നമ്പറൊന്നും വിലയിരുത്തേണ്ട ഒരു കാര്യം. അതായത് ഞങ്ങൾക്ക് ഇപ്പോൾ അൻവറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ചർച്ച ചെയ്യേണ്ടിയില്ല. ഞാൻ ഒരു ഘട്ടത്തിലും ചർച്ച ചെയ്തില്ല, ഇപ്പോഴും ചർച്ച ചെയ്യുന്നില്ല. നിലമ്പൂരിൽ ഇടതുപക്ഷം വലിയ വിജയം സ്വന്തമാക്കുമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നത്. PV അൻവർ ഒരു ഘടകമല്ല, ഇടതുപക്ഷത്തിൻ്റെ വിജയം സുനിശ്ചിതമെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.